Hi dears, welcome back. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ ഐറ്റമാണ് മാഞ്ഞാലി ബിരിയാണി. അപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ബിരിയാണിയാണ് ഈ ഒരു മാഞ്ഞാലി ബിരിയാണി. മാഞ്ഞാലി ഭാഗത്തെ സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബിരിയാണിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ബിരിയാണി ഉള്ളത്. ഉണ്ടാക്കുന്ന രീതിയിലായാലും മസാലയിലൊക്കെ ആയാലും കുറച്ചൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മാഞ്ഞാലി ബിരിയാണി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ബിരിയാണി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഇതിലേക്കൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി അടച്ച് വെച്ച് ഒരു അരമണിക്കൂറെങ്കിലും മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്ത് കിട്ടിയാൽ ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 2-3 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ചിക്കനൊക്കെ ഒരു 3/4 വേവ് ആവുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇതിലുണ്ടായി വന്നിട്ടുള്ള വെള്ളം വേറൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ചിക്കന് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ, ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചിക്കൻ കഴിക്കാനും ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നാൽ ഇനി ചട്ടിയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഇതേ ഓയിലിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള 5 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഓയിൽ കുറവുണ്ടെങ്കിൽ സവാളൊക്കെ ഒന്ന് വാട്ടിയെടുക്കാനുള്ള ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എടുക്കാം. ഇനി നെയ്യിൽ വഴറ്റിയെടുത്താലും അത് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ സവാളിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് സവാള നന്നായിട്ട് സോഫ്റ്റായിട്ട് നന്നായിട്ട് തന്നെ വെന്ത് വരണം. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകൊന്ന് മാറി കിട്ടിയാൽ പിന്നെ ഇതിലേക്കൊരു അത്യാവശ്യം വലുപ്പത്തിലുള്ള 3 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. പിന്നെ ഈ ഒരു സമയത്താണ് സവാളയിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ നന്നായിട്ട് നിറച്ചിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടത് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഈ മസാലയുടെ പച്ചമുളകൊന്ന് മാറി കിട്ടിയാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ വേവിച്ചിട്ടുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ആ ഒരു ചിക്കന് വേവിച്ചെടുത്തിട്ടുള്ള വെള്ളമാകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ഒരു ഗ്രേവി ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഒരുപാട് കുറുക്കേണ്ട ആവശ്യമില്ല, എന്നാലും ചെറിയൊരു കട്ടിക്ക് ഒന്ന് കുറുക്കിയെടുക്കാം.
എന്നിട്ട് അവസാനം കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അത്യാവശ്യം കൂടുതൽ തന്നെ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു പിടുത്തം, അത്യാവശ്യം നല്ലൊരു പിടുത്തം തന്നെ ഇതിലേക്ക് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവയെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കിയിട്ട് അവസാനം ഒരു 2 ടേബിൾ സ്പൂൺ നല്ല നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു നെയ്യും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകിയിട്ട് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്താൽ നമ്മുടെ ഇതിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ചോറ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു സവാള നന്നായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് ഈ ഒരു സവാള റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ല ബ്രൗൺ കളറാക്കിയിട്ട് കോരി മാറ്റാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും വേണമെന്നുണ്ടെങ്കിൽ ഇതിലാദ്യം ഒന്ന് വറുത്ത് കോരിയിട്ട് എടുക്കാം. അപ്പോൾ സവാള നന്നായിട്ട് കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഇത് നെയ്യിലേക്ക് കുറച്ച് ഗ്രാമ്പു, ഒരു 6-7 ഗ്രാമ്പു, പിന്നെ കുറച്ച് ഏലക്കായ, ഒരു 5-6 ഏലക്കായ, പിന്നെ ചെറിയൊരു കഷ്ണം പട്ട, പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നെയ്ച്ചോറ് പോലെയാണ് ചോറ് റെഡിയാക്കി എടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ അരിയുടെ ഇരട്ടി വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതൊന്ന് റോസ്റ്റ് ആയിട്ട് വന്നാൽ അതിലേക്ക് നമ്മൾ എത്രയാണോ അരി എടുത്തത് അതിൻ്റെ ഇരട്ടി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പാത്രത്തിൽ അരി അളന്നിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ. വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിട്ടുള്ള ബിരിയാണി അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് 1 കിലോ ബിരിയാണി അരിയാണ്. അപ്പോൾ നേരത്തെ തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വാരി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കാൻ വേണ്ടി വാരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം അടച്ച് വെച്ച് ആദ്യം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുന്ന സമയത്ത് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറ് വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സാക്കി എടുക്കാം. പിന്നെ ഈ നെയ്ച്ചോറിന് നല്ലൊരു ഫ്ലേവറിന് വേണമെങ്കിൽ 1 ടീസ്പൂൺ ഗരം മസാല ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ചോറ് ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം അവിടെ വെക്കാം. പിന്നെ ഈ ഒരു ചോറ് ദം ചെയ്തിട്ടല്ല കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. റൈസും മസാലയും വേറെ വേറെ ആയിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ സെർവ് ചെയ്യുന്ന രീതി, മഞ്ഞാലി ബിരിയാണി സെർവ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ ആദ്യം ഒരു ബൗളിലേക്ക് പിന്നെ വറുത്ത് കോരി വെച്ചിട്ടുള്ള ആ ഒരു സവാള ഉണ്ടല്ലോ, ബ്രൗൺ കളറാക്കി എടുത്തിട്ടുള്ള അതും കുറച്ച് മല്ലിയിലയും താഴ്ഭാഗത്ത് ആദ്യം ഒന്ന് ഇതുപോലെ വിതറി കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്കായിട്ട് നമ്മൾ വേവിച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ടൈറ്റായിട്ട് ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം വേറൊരു ബൗളിലേക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു ബൗളിൻ്റെ ഷേപ്പിലായിട്ട് അങ്ങനെ ഉണ്ടാവും. എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല സൈഡിലായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് തൈരുമാണ് ഇതിൻ്റെ കൂട്ടത്തിൽ സെർവ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ബിരിയാണിക്ക് സെർവ് ചെയ്യുന്ന രീതിയിൽ ആദ്യം റൈസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് മസാല ഇട്ട് കൊടുത്താലും മതിയാവും. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഈ ഒരു മഞ്ഞാലി ബിരിയാണിക്ക്. നമ്മൾ സാധാരണ ബിരിയാണിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നാലും നമ്മുടെ മലപ്പുറം ദം ബിരിയാണി എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് അത് വേറെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.